ആരൊക്കെയാണ് ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കേറാൻ പോകുന്നത്? ആദ്യത്തെ പേര് രേണു സുധി. മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ. ഇത്രയും. അടുത്ത പേര് ശാരിക. നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാണായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും കൂടെ തകർക്കാറുന്നല്ലോ. അടുത്ത പേര് ലെസ്ബീൻ കപ്പിൾസായ ആദില നൂറ. ആനിയും ചാർലിയും ലേഡീസ് ആണല്ലോ. എന്റെ മോളെ കെട്ടണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പെണ്ണാണ്. ഓ, ലബനീസ് കേസ് ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാനിത് ഓപ്പറേറ്റ് ചെയ്തോളാം. അത് കഴിഞ്ഞ് ആര്യൻ കത്തോറിയ. ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല. പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. അടുത്ത പേര് കലാഭവൻ സരിക. ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. അടുത്ത പേര് സിംഗറായ അക്ബർ ഖാൻ. വലിയ തിരക്കുള്ള ഗായകനാ. സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. അടുത്ത പേര് അനുമോൾ. അനുമോൾ അനുമോൾ മേലുവിള പഞ്ചായത്തിൽ എവിടെ വന്ന് ചോദിച്ചാലും പുഷ്പവല്ലിയെ കുറിച്ച് പറഞ്ഞു തരും. അത്രയ്ക്ക് ഫേമസ് അല്ലേ പുഷ്പവല്ലി? അമ്പലത്തിൽ ഉത്സവം വന്നാൽ പുഷ്പവല്ലി, പള്ളിയിൽ പെരുന്നാൾ വന്നാൽ പുഷ്പവല്ലി. അത് കഴിഞ്ഞ അടുത്ത പേര് ഒണിയൽ സാബു. പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിടണ്ട, സുഗുണം വന്നിട്ടുണ്ട്. പോർക്കെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. അടുത്ത പേര് ശൈത്യ സന്തോഷ്. ശൈത്യ സന്തോഷ് നമ്മള് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. From Planchot. Hi, Bara. Fashion designer. Wow. RJ ബിൻസി. RJ ബിൻസി. Hello, welcome back to 97.3 Good FM. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ടിങ്കി. അടുത്ത പേരെന്ന് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യൻ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ, എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്ത പേര് ഷാനവാസ്. ഞാനിപ്പോ 2 സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, കണ്ടു കാണും. രാവണന്റെ ദുഃഖം, മറ്റൊന്ന് ജമന്തി പൂവിന്റെ നിറം പച്ച. അടുത്ത പേര് ആക്ടറായ അഭിശ്രീ. ഇവനാളൊരു സകല എന്തുകൂടാ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് താരം ജിസേൽ തക്രാൽ. ഇനി അവസാനത്തെ പേര് മുൻഷി രഞ്ജിത്ത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.